ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് ഓണം ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലുള്ള സോഫയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഈ അഴികളിലൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ ഓൾറെഡി ഒരു ചെറിയ രീതിയിൽ ക്ലീനിങ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഹോളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നു ഇവിടെയൊക്കെ അമ്മ തുടച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും അഴികളിലുള്ള കുറച്ചും കൂടി പോവാത്ത ചളികളും പൊടികളൊന്നും തുടയ്ക്കുകയാണ്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഓണത്തിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഉരുളിയിൽ കുറച്ച് പൂവൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഒരു ഡെക്കറേഷൻ പോലെ അങ്ങനെ വെച്ചെന്ന് മാത്രം. അപ്പം ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സോഫയിലൊക്കെ നിറച്ച് പൊടിയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ അഴികളിലല്ലാതെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് പൊടിയുണ്ട്. അപ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനർ ആണെങ്കിൽ നാശമായിരിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് തന്നെ എൻ്റെ ഇടയിലൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ധ്രുക്കുട്ടിക്കൊക്കെ പനിയൊക്കെ മാറി ഇപ്പോൾ ആളൊന്ന് ഉഷാറായി വരണുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വാശിയുണ്ട് ആൾക്ക്. അപ്പോൾ എന്നോട് എടുക്കാൻ പറയുകയാണ്. ഈ പനിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിത് ഇതുപോലെ ഫുള്ള് അവളെടുത്ത് നടക്കുമായിരുന്നു. 2 ദിവസം അവൾ എൻ്റെ മേത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പനിയൊക്കെ മാറി, പക്ഷേ ചെറിയ വാശിയും കാര്യങ്ങളും നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അങ്ങനെ അവൾ എടുത്തുകൊണ്ട് ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു 3-4 ടൈപ്പ് ഓഫ് ക്ലീനിങ് ആണ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ സമയത്തിനനുസരിച്ചും ഇവളുടെ ഒപ്പം 24 മണിക്കൂർ നമ്മൾ വേണം. അത് കാരണമാണ് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഷെൽഫുകൾ, ഇതുപോലെ ഷെൽഫുകളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ തന്നെയാണ് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഇതാകെ ഇങ്ങനെ അലങ്കോലമായിട്ട് കണ്ണി കണ്ടതൊക്കെ വെച്ചിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ധ്രുക്കുട്ടി ഇതുപോലെ തോന്നുന്നു അമ്മയുടെ ഒപ്പം അവൾ പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഷോക്കേസ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഷോക്കേസിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയുണ്ടാകും. കാരണം നമ്മൾ തീരെ ഇളക്കാണ്ട് വയ്ക്കുന്ന സാധനമാണല്ലോ. ഇതിൽ നമ്മൾ അത്യാവശ്യം പെർഫ്യൂംസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുക്കും. ബാക്കി ഇങ്ങനെ ഷോപ്പീസിന് വെച്ച സാധനങ്ങളൊക്കെ നിറച്ച് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തുണി ഒന്ന് നനച്ചെടുത്തിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ പൊടിക്ക് നല്ല രീതിയിൽ പോയി തുണി വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു കുറച്ച് പെട്ടെന്ന് ഞാൻ വേഗം ചെയ്തെടുത്തു കേട്ടോ ഇവിടുത്തെ ഈ ഒരു ക്ലീനിങ്. ഷോക്കേസ് ക്ലീൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ധ്രുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇട്ടിരുന്ന കുറച്ച് ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിയായിട്ട്. അതൊക്കെ കുറച്ചിപ്പോൾ പറിച്ച് കളഞ്ഞതാണ്. പിന്നെ കുറേ പെർഫ്യൂംസ് ഉണ്ട്. അതിൽ ചില പെർഫ്യൂംസുകൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ട്, ചിലത് കഴിഞ്ഞതുണ്ട്. അപ്പം ഞാൻ തീരെ കഴിഞ്ഞൊരു കുപ്പി അവിടെ നിന്ന് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കുള്ളൂ, അല്ലാണ്ട് ആരും മാറ്റി വയ്ക്കൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ ഇനി ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ കുറേ പെർഫ്യൂംസുകൾ ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആവശ്യമില്ലാത്ത പൊട്ട കുപ്പിയൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഷോക്കേസ് എപ്പോഴും നീറ്റായിട്ട് അധികം സാധനമൊന്നും ഇല്ലാണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും സാധനങ്ങൾ എങ്ങനെയൊക്കെ അവിടേക്ക് എത്തും. അപ്പം ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ സെറ്റിങ്സൊക്കെ വെച്ച സാധനങ്ങളെ സെറ്റിങ്സൊക്കെ ഒന്നുകൂടി മാറ്റി ഒന്നുകൂടിയും കുറച്ചും കൂടി റീഅറേഞ്ച് ചെയ്ത് കുറച്ചും കൂടിയും കാണാനൊരു വൃത്തിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് നമ്മൾ ഇവിടെയാണ് വെക്കുക. അപ്പോൾ അതൊന്നും കളയാനും പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ പൊടി പിടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഫോട്ടോസും നമ്മൾ കൃഷ്ണൻ്റെ കുറച്ച് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചു. പിന്നെ ചേട്ടന് കിട്ടിയ കുറച്ച് ഷീൽഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ സ്കൗട്ടിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഴയതാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതുപോലെ ചില അവസരങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ ഈ ഷോക്കേസ് സാധനങ്ങൾ ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് വേറെ ടൈപ്പ് ഓഫ് ക്ലീനിങ് ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പുറത്ത് കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പുറത്തൊക്കെ നല്ല രീതിയിൽ മാറലടിച്ച് അങ്ങനെ ജനൽ വൃത്തിയാക്കുന്ന വീഡിയോസ് കണ്ടു. ഇപ്രാവശ്യം എന്തായാലും അതിന് നിൽക്കുന്നില്ല. കാരണം ഒന്നാമത് ഒരു പനി കഴിഞ്ഞ കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ധ്രുക്കുട്ടിക്കായാലും അവളുടെ വാശിയും കേൾക്കൊന്നും കംപ്ലീറ്റ് പോയിട്ടില്ല. ഇപ്പോഴത്തെ പനിയുടെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നുണ്ട്. കഫക്കെട്ട് അങ്ങോട്ട് പ്രത്യേകം പെട്ടെന്ന് മാറുന്നില്ല. ധ്രുക്കുട്ടിക്ക് അങ്ങനെ കഫക്കെട്ടൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ വാശി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവൾക്ക് വാശി വരാനർത്ഥം അതൊക്കെ നല്ല ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പൊതുവേ വയ്യാകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ക്ഷീണം വിടണ വരെ അവൾക്കൊരു ചെറിയൊരു വാശി ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള അത്ര അങ്ങോട്ട് ഒരു ക്ലീനിങ്ങിലേക്ക് ഇപ്രാവശ്യം പോകുന്നില്ല. എന്നാൽ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഷോക്കേസിൽ ഞാൻ പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറച്ച് ക്ലേ വെച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ക്രാഫ്റ്റുകളാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അതൊരു കേടുകൂടാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിർത്തി. ക്രാഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നും അങ്ങനൊരു ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതിനുള്ള സമയം വേണം. പിന്നെ അങ്ങനെ സമയം കിട്ടാതെ ആയി തുടങ്ങി. അങ്ങനെ അത് അപ്പോൾ അതാ നല്ല രീതിയിൽ ക്ലീനാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഷോ കേസുകളൊക്കെ ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെയിൻ പരിപാടികൾ, അതായത് പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ അകം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി അടിച്ച് വാരി തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് അറേഞ്ച് ചെയ്ത് റീഅറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കാനുള്ള ഒരു സ്ഥലങ്ങൾ. അപ്പോൾ ഷോ കേസ് മെയിൻ പരിപാടികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ ഷോ കേസ് വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി മെയിൻ ഒരു പരിപാടി പറയുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ക്ലീനിങ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ മാറലൊക്കെ അടിച്ച് ഷോ കേസ് വൃത്തിയാക്കണം, പിന്നെ അലമാര വൃത്തിയാക്കണം, അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലുള്ള സമയം ഈ പറഞ്ഞ പോലെ ധ്രുക്കുട്ടീൻ്റെ ഒപ്പം മാറാത്ത കാരണം ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കിപ്പോൾ. ഇനിയിപ്പോൾ ഞാനൊരു 3ാമത്തെ പാർട്ടായിട്ടാവും കേട്ടോ അത് നമ്മുടെ ബെഡ്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വക കുറച്ച് ക്ലീനിങ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഷോക്കേസ്, അതുപോലെ തന്നെ നമ്മുടെ ഷെൽസുകൾ, അതൊക്കെയാണ് ഇപ്പോൾ വൃത്തിയാക്കുന്നത്. പിന്നെ മറ്റ് ക്ലീനിങ്, അതായത് റൂം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് മേൽഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഓണത്തിന് മുന്നേ തന്നെ അത് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നത് ഓണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസിൽ കാണാറുണ്ട് ഞാൻ ഈ ഷെൽഫിൽ ഇങ്ങനെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ വൃത്തിയാക്കിയാലും പിന്നെയും ഓരോ സാധനങ്ങൾ എല്ലാവരും പെട്ടെന്ന് കൊണ്ടുവന്ന് ഏറ്റവും ഈസി ആയിട്ട് എവിടെയെങ്കിലും വെക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ വക ഷോക്കേസുകളാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് എല്ലാം ഇവിടെ വന്ന് ഡംപ് ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു ഭാഗത്ത് ഒതുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഭാഗത്ത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓണായിട്ട് അതിനൊരു കാരണമായി ഒന്ന് വൃത്തിയാക്കാമെന്ന് പറയാം. കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഷോക്കേസ് നല്ല വൃത്തിയായിട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഷോക്കേസിൽ ആവശ്യമുള്ള സാധനമൊന്നും വയ്ക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് സ്റ്റോറേജ് പരിമിതി ഉള്ളത് കൊണ്ട് വേറെ ഇത് എവിടെ വയ്ക്കുമെന്നുള്ളത് കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങും ഇപ്പോഴത്തെ എൻഡും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ വിചാരിച്ചു കർട്ടൻസ് ഞാൻ നമ്മുടെ അടിയിലെ റൂമിലത്തെ കർട്ടൻ ഞാൻ ഓൾറെഡി ഇപ്പോൾ റീസെൻ്റായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം തുമ്മലൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബെഡ്റൂമിലത്തെ കർട്ടനാണ് വേറെ കഴുകുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ഹാളിലെ ഈ ഒരു നെറ്റിൻ്റെ കർട്ടൻ കഴുകാമെന്ന് വിചാരിച്ചു. ഞാൻ വാഷിംഗ് മെഷീനാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ധ്രുക്കുട്ടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് റിലീഫുണ്ട്. ആ കളി എപ്പോൾ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഓൾറെഡി ജനാലൊക്കെ അമ്മ തുടച്ചതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കർട്ടൻ മാറ്റിയപ്പോൾ ആ ഭാഗത്ത് കുറച്ച് മാറാലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തുടച്ച് കളയാണ്. പിന്നെ ഈ വലിയ കർട്ടൻ ഞാൻ എനിക്ക് ഊരാൻ കിട്ടാത്ത കാരണം അത് ഊരിയിട്ടില്ല. മറ്റേ നെറ്റിൻ്റെ കർട്ടൻ ഞാൻ ഊരിയിട്ടാണ്. പിന്നെ നമ്മുടെ അടിയിലുള്ള റൂമിൽ ഇതുപോലെ തന്നെ അലമാരയുടെ മേലെ ഇതുപോലെ ഒരേ സാധനം കൊണ്ടുവയ്ക്കും. കഴിഞ്ഞ ഓണം വ്ളോഗിൽ ഞാൻ ഇത് വൃത്തിയാക്കുന്നത് കാണിച്ചിട്ടുണ്ടായാലും അപ്പോൾ എന്താ വെച്ചാൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ. കുറേ സാധനമൊക്കെ ഞാൻ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് മേലെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം അധികം സാധനമൊന്നുമില്ല, എന്നാലും കുറച്ച് ആവശ്യത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ഉണ്ടായിരുന്നു. ഞാനൊരു ഷെൽഫ്, ഒരു ധ്രുക്കുട്ടിയുടെ പണ്ടത്തെ ഒരു കുഞ്ഞൊരു അലമാര ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ബുക്സ്, ചില കാര്യങ്ങളൊക്കെ, അതായത് ഒരു കുട്ടിയുടെ കൈ എത്താൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ വയ്ക്കുകയാണ്. ഒരു കുട്ടിയുടെ ബാഗാണ് കേട്ടോ, അത് അങ്കൻവാടി പോകുമ്പോഴത്തെ ബാഗാണ്. പിന്നെ ഈ അലമാര ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുന്നുണ്ട്. അലമാര കുറേ സാധനങ്ങൾ അവൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും പോകണതല്ല, നമ്മുടെ ഈ CD മാർക്കർ പോലത്തെ മാർക്കറോടൊന്ന് വരച്ചിട്ടതാണ് കേട്ടോ. ഹായ് പറഞ്ഞ, ഹായ് ഗൈസ് പറഞ്ഞ, ഹായ് ഗൈസ്. അപ്പോൾ വയ്യായ്കയിൽ നിന്ന് മുക്തി നേടുന്തോറും ധ്രുക്കുട്ടി സ്വന്തമായിട്ട് ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച നേരം കൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയത്. പിന്നെ നൈറ്റാണ് കേട്ടോ ഞാൻ പിന്നെ ക്ലീനിങ് ചെയ്തത്. നൈറ്റ് നമ്മുടെ അടിയിലുള്ള ഷെൽഫിലുള്ള ഞങ്ങളുടെ തുണികളൊക്കെ വെക്കുന്ന ഷെൽഫ്. പാർട്ട് 1 ഞാനിവിടെ ഇതുപോലെ തീരെ തൊടാത്തറിഞ്ഞ് ഉപയോഗിക്കാത്ത ഒരു ഷെൽഫുണ്ട്. അതായത് എല്ലാ തുണികളും ആവശ്യമില്ലാണ്ട് വലിച്ചു വാരുന്ന ഷെൽഫുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഷെൽഫിലെ തുണികളാണ് കേട്ടോ. ഇതൊക്കെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതുപോലെ വലിച്ചു വാരിയിടുമ്പോൾ എന്തായാലും പോവും. ഞാൻ പരമാവധി ഓണായി കാരണം നല്ല രീതിയിലൊന്ന് നീറ്റാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടി ഇതുപോലെ അവിടെ എന്തോ ഇന്ന് പശയൊക്കെ എന്തോ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട്. അതിലിങ്ങനെ ഒട്ടിക്കലൊക്കെയാണ് മൂപ്പരുള്ള പരിപാടി കേട്ടോ. കുറച്ച് എന്താ പറയുക, കലാപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും ആൾ. എന്താ പറയുക, വരയ്ക്കൽ, പിന്നെ ഒട്ടിക്കൽ, അങ്ങനെ അതൊക്കെ ചെയ്യും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഈ ഷെൽഫിലിങ്ങനെ പാർട്ടീഷൻ ഇല്ലാതെ കാരണം പെട്ടെന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ബാക്കി എല്ലാ ഡ്രസ്സുകളും വീഴും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അലമാര മേലെയുണ്ട്, അതിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സുകൾ, അതിൽ കുറേ സാധനം കെട്ടിക്കിടക്കുന്നുണ്ട്, അതിന് വൃത്തിയാക്കണം.
നമുക്ക് ഒഴിവ് കിട്ടുന്ന പോലെയാണ് കേട്ടോ വൃത്തിയാക്കണം കേട്ടോ. അത് എന്തായാലും ഓണത്തിന് മുന്നേ നടക്കുമെന്ന് വിചാരിക്കണം. നമുക്ക് ഓണത്തിന് മുന്നേ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഷെൽഫ് തീർന്നു കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഡ്രസ്സുകൾ ഉപയോഗിക്കാത്തതൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സമയത്ത് നമ്മൾ ജിമ്മിനൊക്കെ ചേർന്നായിരുന്നു. അപ്പോൾ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു. അതിന് സെപ്പറേറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിന് ശേഷം കുറച്ച് വയ്യായ്കളും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ പോയിട്ടില്ല. അതിന് ശേഷം പിന്നെ മടി പിടിച്ച് പോയിട്ടേ ഇല്ല. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ അങ്ങനെ വെറുതെ കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അലമാരിയിലേക്ക് മേലെ കൊണ്ട് വെച്ചോട്ടെ. ഇനിയിപ്പോൾ എന്നാൽ പോയി ഒരു മൈൻഡ് വരുമെന്നൊന്നും അറിയില്ല. പണ്ടൊക്കെ നമുക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ ഫീലിങ്ങൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. നമുക്ക് ഓണത്തിൻ്റെ കോളേജിലുള്ള സെലിബ്രേഷൻ അത് ഇത്. ഇപ്പോൾ വീട്ടിലായപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകാത്ത കാരണം ഒരു ഓണം എന്നൊന്നും പറയാൻ ഒന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് അമ്മ ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് നിൽക്കണം കുറച്ച് ദിവസം. അതാണ് ആകെ ഒരു സന്തോഷം. അപ്പോൾ ഇനി ഞാൻ ഇതിപ്പോൾ അച്ഛൻ്റെ ഷെൽഫാണ് കേട്ടോ. അച്ഛൻ്റെ ഡ്രസ്സുകൾ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇത് തൊട്ടടിയിൽ ഷെൽഫ് ഞാൻ കഴിഞ്ഞ തവണ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു കോലം കെട്ടിട്ടുണ്ട്. എന്നാലും അതിലത്തെ മെയിൻ കുത്തി നിറച്ച സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുറേ പാൻസ് അതുപോലെ തന്നെ നിത്യേന ഡ്രസ്സുകളൊക്കെ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാൻസൊക്കെ ഓൾറെഡി മടക്കി വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം നല്ലങ്കോലായിരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് നീറ്റാക്കി ഒരു ഭാഗത്ത് വെച്ചു എന്ന് മാത്രം കേട്ടോ. ഇപ്പം നമുക്ക് അച്ഛന് ടൈലറിങ് ഷോപ്പാണ്. അച്ഛൻ്റെ ഇരിങ്ങാലക്കുട സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ടൈലറിങ് ഷോപ്പ്, സിൻസിനോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അച്ഛൻ്റെ പാൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാ എല്ലാം പാൻസൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചു. പിന്നെ ഇത് ചേട്ടൻ്റെ ഒരു ടീഷർട്ടാണ് കേട്ടോ. ചേട്ടൻ്റെ ഷെൽഫിൽ സ്ഥലത്തോടെ ഞാൻ താഴത്തേക്ക് വെച്ചതാണ്. അങ്ങനെ അച്ഛൻ്റെ ടവൽസ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചു. അപ്പോൾ എല്ലാം ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് ഷർട്ട്സ് ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് സാധനം എടുക്കാൻ. പെട്ടെന്നൊന്നും എല്ലാം അലമ്പാവില്ല. പിന്നെ അതിന് ശേഷം ചോദിച്ചാൽ താഴത്ത് ഞാൻ ഓൾറെഡി വൃത്തിയാക്കിയതാണ്. അത് പിന്നെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് നീറ്റാക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ ഏതാണ്ട് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ബെഡ്റൂം പിന്നെ മേലൊക്കെയാണ് വൃത്തിയാക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.